ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അതിൻ്റേതായിട്ടുള്ള എല്ലാ പോരായ്മകളും ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. അതുകൊണ്ട് നിങ്ങളൊന്ന് എന്നോട് ക്ഷമിക്കണേ. നമുക്ക് പയ്യെ എല്ലാം മെച്ചപ്പെടുത്തിയെടുക്കാം. അപ്പോൾ രാവിലെ ഞാൻ പോകുന്നത് ക്ഷേത്രത്തിലോട്ടാണ്. ആറ്റുകാൽ ദേവി ക്ഷേത്രം. 1-ാം തീയതി പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 2025 സ്റ്റാർട്ട് ചെയ്തപ്പോഴേ 1-ാം തീയതി പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് പോകാൻ പറ്റാത്തത് കൊണ്ട് വെള്ളിയാഴ്ച പോയി. വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദേവീനെ നന്നായിട്ട് കണ്ട് തൊഴുതിറങ്ങാൻ പറ്റി. പിന്നീട് കണ്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നു. 11 മണിക്ക് അവിടെ അന്നദാനം കൊടുത്തു തുടങ്ങും. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ അന്നദാനം കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്നദാനം കഴിക്കാൻ പറ്റിയിട്ടില്ല. ഒന്നെങ്കിൽ നല്ല ക്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ആ സമയത്ത് ഫുഡ് തീർന്നിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും അന്നദാനം കഴിക്കാൻ പറ്റി. ചോറ്, സാമ്പാർ, അവിയൽ, അച്ചാർ, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം, ഇത്രയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നിന്ന് കഴിക്കാനാണ് പറ്റിയത്. അവിടെ ഇഷ്ടംപോലെ ഡെസ്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇരുന്ന് കഴിക്കാൻ ബെഞ്ച് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി അവിടെ വേറെ ചേച്ചിമാരുണ്ട്, അവരെ കൊടുക്കണം. അപ്പോൾ അവർ വേറെ വെള്ളത്തിൽ കഴുകി തുടച്ചൊക്കെ എടുക്കും കേട്ടോ. അതെന്തായാലും നല്ലൊരു കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് അവിടെ ഒരു സ്റ്റേജ് ഉണ്ട് കേട്ടോ. അവൻ്റെ അടുത്ത് വന്നിരുന്ന് നമ്മൾ കുറേ നേരം സംസാരിച്ചു. പിന്നെ അടുത്തത് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തത് ശ്രീകണ്ഠേശ്വരത്തായിരുന്നു കേട്ടോ. അപ്പം നമുക്കിനി അവിടുത്തെ ഒരു വീഡിയോയും കൂടെ എടുക്കാം കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ടാറ്റ പറഞ്ഞ് ഇറങ്ങി. ചേച്ചി സ്കൂട്ടിയിലാണ് വന്നത്. അതുകൊണ്ട് ചേച്ചിയുടെ വണ്ടിയിലാണ് പോയത്. നമ്മൾ ബസ്സിലാണ് വന്നത്. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ നേരെ ഓട്ടോ പിടിച്ച് നമുക്ക് കിഴക്കേക്കോട്ടയിൽ ചെല്ലണം. അവിടെ നിന്നാണ് എനിക്കും ചേച്ചിക്കും ബസ് അവിടെ നിന്നാണുള്ളത് കേട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ നേരെ കിഴക്കേക്കോട്ടയിൽ ചെന്ന്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര ദാഹം തുടങ്ങി. പിന്നെ പിന്നെ ഒരു ലൈം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ കയറി ലൈം കുടിച്ചു. അതിനിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ ബസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് കുറേ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു വന്നത്. ഞാൻ പിന്നെ എൻ്റെ ബസ്സിലെ ഡ്രൈവർ അതിൽ പോകുന്നതുകൊണ്ടപ്പോൾ ഞാൻ പിന്നെ ഓടി കയറി. പിന്നെയും കുറേ നേരം ഇരുന്നിട്ടാണ് വണ്ടി എടുത്തത്. പിന്നെ സൈഡ് സീറ്റിലിരുന്നത് കൊണ്ട് ആ കയറിയ സമയത്ത് അവിടെ വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മുന്നോട്ട് അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. പിന്നെ ഞാൻ ഷട്ടറെല്ലാം അടച്ചിട്ട് ഇന്നു. പിന്നെ അത് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലെത്തി. പിന്നെ അവിടുന്ന് ക്രോസ് ചെയ്ത് വന്നു. പിന്നെ മോൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട്. അതിനായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് എന്ന് വെച്ചാൽ കുട്ടികളുടെ സംസ്കാരത്തെക്കുറിച്ചിട്ടുള്ള ക്ലാസ്സായിരുന്നു കേട്ടോ. നല്ലൊരു ക്ലാസ്സായിരുന്നു അത്. ഇതിന് മുമ്പൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കുട്ടികളുടെ ആഹാര രീതികളെക്കുറിച്ചിട്ടുള്ളൊരു ക്ലാസ്സായിരുന്നു. അത് ആറ്റുകാൽ ഹോസ്പിറ്റലിലുള്ള ഒരു കുട്ടികളുടെ ഡോക്ടർ വന്നിട്ടായിരുന്നു കേട്ടോ എടുത്തത്. ആ ഡോക്ടർ പണ്ട് എൻ്റെ മോൻ പഠിച്ച സ്കൂളിലെ ഒരു ടീച്ചറും കൂടിയായിരുന്നു കേട്ടോ. അത് നമുക്കിങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചർ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചർ അവിടുത്തെ മുൻ അധ്യാപികയായിരുന്നു എന്ന്. പിന്നെ അത് കഴിഞ്ഞ് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഇതാണ് പോകുന്ന വഴിയെ. അവൻ സാധാരണ സ്കൂൾ ബസ്സിലാണ് വരാറ്. പിന്നെ എന്നെ കണ്ടുകൊണ്ട് അവൻ ഇനിയിപ്പോൾ എൻ്റെ കൂടെ വരും. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് അവൻ്റെ മുഖമൊക്കെ മാറും, കണ്ണൊക്കെ നിറയും. അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ കൂടെ കൂട്ടി. പിന്നെ വരുന്ന വഴിക്കുള്ള കല്ലും മണ്ണൊക്കെ പറക്കി എറിഞ്ഞുകൊണ്ടാണ് വരുന്നത്. പിന്നെ ഇവിടുന്ന് മേലേക്ക് കുത്തനെ കയറ്റുവാണ്. പിന്നെ അതിൻ്റെ മേലേന്നും പിന്നെ കുത്തനെ കയറ്റുവാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോസൊന്നും പിന്നെ അങ്ങോട്ട് എടുത്തില്ല. ഒന്നാമത് സാരിയും കൂടി ഇട്ട് അവൻ്റെ ബാഗും പിടിച്ച് കയറി വരുമ്പോഴത്തേക്കും ഒരു സമയമാകും. പിന്നെ നമ്മൾ വീട്ടിലെത്തി, അകത്ത് കയറി. പിന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ.